കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാലിനി പ്രസവവേദനയെടുത്ത് ലേബർ റൂമിൽ അഡ്മിറ്റ് ആയിരിക്കുവാണ്. ഇതേ സമയം തന്നെ തൊട്ടടുത്ത റൂമിൽ തന്നെ ശ്യാമയുമുണ്ട്. ആ റൂമിൻ്റെ പുറത്താണെങ്കിൽ ഭാമയും വിഷ്ണുവും രോഹിത്തും സുസ്മിതയും എല്ലാവരും നിൽക്കുവാണ്. ഈ സമയം ശാരദാമ്മയാണെങ്കിൽ ശാലിനിയുടെ കൂടെ നിൽക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിലും വിഷമത്തിലും അവിടെ പുറത്ത് മാറി നിന്ന് ശാലിനിക്ക് സുഖപ്രസവത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. ശ്യാമയും വല്ലാതെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ശാലിനിയുടെ പ്രസവമൊക്കെ കഴിഞ്ഞ് ആ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് കഴിയുമ്പോൾ ശാലിനി ശ്യാമക്ക് കൊടുത്ത ആ ഒരു വാക്ക് പാലിക്കുവാണ്. ആ കുഞ്ഞിനെ ശ്യാമക്ക് തന്നെ കൈമാറുവാണ്. നെഞ്ചു പൊടിയുന്ന വേദനയോടെ താൻ പറ്റ തൻ്റെ കുഞ്ഞിനെ ശ്യാമക്ക് ശാലിനി കൈമാറുമ്പോൾ ശാലിനിയുടെ ആ ത്യാഗത്തിന് മുമ്പിൽ ശ്യാമ നന്ദി പറയുവാണ്. പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ ശാരദയുടെ അടുത്ത അധ്യായമാണ്. അതെ, ചാപ്റ്റർ 2. ഇതിൽ ശാലിനി IAS ആയിട്ട് ചുമതലയേക്കുന്നതാണ് കാണിക്കുന്നത്. ശാലിനി വിഷ്ണു IAS എന്നൊക്കെ എഴുതിയ ആ ഒരു ബോർഡ് വെച്ച് ഒരു ഓഫീസ് റൂമിലൊക്കെ ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നീട് ആ ഒരു കളക്ടറിൻ്റെ കാറിൽ ശാലിനി കുടുംബശ്രീ ഹോട്ടലിൽ സന്തോഷത്തോടെ വന്നിറങ്ങുവാണ്. അപ്പോൾ അതാണ് കേട്ടോ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന പ്രൊമോയിൽ കാണിക്കുന്നത്. ഇനിയപ്പോൾ കുടുംബശ്രീ ശാരദയിൽ വരാനിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ്. കളക്ടറായ ശാലിനിക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളും ശാലിനിയുടെ വിഷ്ണുവിൻ്റെയും ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളും പിന്നെ അതുപോലെ കുഞ്ഞിൻ്റെ പേരിലുണ്ടാകുന്ന ചില തർക്കങ്ങളും വഴക്കുകളും ഒക്കെയാണ് ഇനി വരുന്ന എപ്പിസോഡുകൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്